മോഹൻലാലിൻ്റെ ആറാട്ട് തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ആറാട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ 10 ദിവസത്തെയാണ് ഉത്സവം, 10ാം ദിവസമാണ് ആറാട്ട്. അപ്പോൾ ആ 9 ദിവസത്തെ ആ ഒരു സന്തോഷം ഒരുമിച്ച് 10ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വൈബാണ്. സുഹൃത്തുക്കളാണെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ളൊരു ആഘോഷമാണ്. ആ ഒരു ശരിക്കും ആ ആറാട്ട് ദിവസത്തെ ആ ഒരു ആഘോഷം അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ഇതുപോലെ ഇതേ ഒരു അവസ്ഥയാണ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ഇനി കേരളത്തിലും ലോകത്തെല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത്. 2022 നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2022 മുതൽ ഏതാണ്ട് 2030 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആറാട്ട് ജനിപ്പിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു മേഖലയിൽ വരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഏതൊരു വ്യക്തിക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, അതുപോലെ റിട്ടയർഡ് പേഴ്സൺ ആയിക്കോട്ടെ, അതുപോലെ വീട്ടമ്മമാരായിക്കോട്ടെ, ഏത് കാറ്റഗറിപ്പെട്ട ആളുകൾക്കും അവരുടെ സ്കില്ലിനെ പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ ബിസിനസ് വീട്ടിൽ ഇരുന്നുകൊണ്ട് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ആറാട്ട് പ്രതീതിയാണ് ഈ ഒരു കോച്ചിങ് മേഖലയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേഖല ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്. സോ ആറാട്ടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ മനോഹാരിതയോടുകൂടി, ആറാട്ടിൻ്റെ ആ ഒരു ഉത്സവ പ്രതീതിയോടുകൂടി എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.